A channel for current affairs and general knowledge. ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടാണ്. അതായത് ചില ആൾക്കാരെ അടക്കിയിരിക്കുന്ന സ്ഥലം ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങളിലൊക്കെ കാണാം. പ്രത്യേകിച്ച് ഈ SSC റെയിൽവേ പോലുള്ള എക്സാമുകൾക്ക് ഇവരുടെ സ്ഥലം, അതായത് ഈ പറഞ്ഞ വ്യക്തിയെ അടക്കിയിരിക്കുന്ന സ്ഥലം അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് എവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യങ്ങൾ പൊതുവെ ഈ ഒരു മേഖലയിൽ നിന്നും ചോദിക്കും. ഇതെന്ന് പൊതുവെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 20 എണ്ണമാണ്. അതായത് 20 ആൾക്കാരുടെ ഡെത്ത് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ഇവരെ അടക്കിയിരിക്കുന്ന സ്ഥലം ഒരു സ്മാരകമായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട ഒരു 20 ആൾക്കാരുടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പറയുന്നത് ഒരു MCQ രൂപത്തിലായിരിക്കും നമ്മൾ എന്ന് പറയുക. കാരണം 20 എണ്ണം ഓർക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ എളുപ്പമുള്ളതല്ല. ഇത് പ്രത്യേകിച്ച് ഇതൊരു ജനറൽ നോളേജിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്റ്റാറ്റിക് അല്ല സ്റ്റാറ്റിക് ആണ്, അത് ഡൈനാമിക് അല്ല. എന്ന് വെച്ചാൽ ഈ GK പൊതുവെ 2 തരത്തിലുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. ഈ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ഇരിക്കും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒന്നും സ്ഥിരമല്ല. 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാറ്റം വരും. പക്ഷേ എങ്കിൽ ചില GK, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ അമ്മാരി ചില ചോദ്യങ്ങൾ എന്നും അത് ഏത് കാലത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ഉത്തരേ ഉള്ളൂ. ഓക്കെ, ജവഹർലാൽ നെഹ്റു എന്ന് നമ്മൾ പറയും, ഇന്ത്യയിലത്തെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. സെയിം അതേപോലെ തന്നെ ആണ് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഈ ഡെത്ത് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കർണാടക സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ഇത് അവിടെ മാത്രമല്ല എല്ലാ എക്സാമുകൾക്കും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയാലും ഇത് ഈ 20 എണ്ണം കാണാപ്പാഠം പഠിക്കുക. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ശാന്തിവന അല്ലെങ്കിൽ ശാന്തിവന ഈസ് റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. ആരുടെ വിശ്രമ സ്ഥലമാണ് ശാന്തിവന? നമ്മൾ പറഞ്ഞല്ലോ, വിശ്രമ സ്ഥലം എന്ന് പറയുന്നത് അവരെ മരിച്ചിട്ട് അടക്കിയിരിക്കുന്ന സ്ഥലം. അതൊരു സ്മാരകമായിട്ടും കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു വിശ്രമ സ്ഥലമായിട്ടും കണക്കാക്കാം. അപ്പോൾ ഇത് ആരുടെ റെസ്റ്റിംഗ് പ്ലേസ് ആണെന്നാണ് ചോദിക്കുന്നത്, ശാന്തിവന. ഓപ്ഷൻ എ ജഗ്ജീവൻ റാം, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി രാജീവ് ഗാന്ധി, ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് ഈ ശാന്തിവനം. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കിയിരിക്കുന്ന പ്ലേസിനെ വിളിക്കുന്ന പേരാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയാം, ഇന്ത്യയിലെ ഏത് സ്ഥലത്തു നിന്നല്ല പറയുന്നത്, ആ അടക്കിയിരിക്കുന്ന ഒരു പ്ലേസിനെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ മഹാത്മാഗാന്ധിനെ അടക്കിയിരിക്കുന്ന സ്ഥലം രാജ്ഘട്ട് എന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെയാണ് ഈ ജവഹർലാൽ നെഹ്റുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ശാന്തിവന, സ്മൃതി മണ്ഡപം. ഓക്കെ, സോ ഈ ശാന്തിവനത്തിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കിയാൽ ഗാർഡൻ ഓഫ് പീസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ ശാന്തിവനം എന്ന് പറഞ്ഞാൽ ഒന്ന് ശാന്തി, അതുപോലെ തന്നെ വന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം, അതായത് സമാധാനത്തിൻ്റെ വനം അല്ലേ. ഗാർഡൻ ഓഫ് പീസ് എന്നാണ് ഈ ശാന്തിവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആരുടെ സ്മാരകമാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണെന്ന് നോക്കുക. ഇത് ഈ നമ്മൾ പറയാൻ പോകുന്ന 20 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുകയും ചെയ്യാം. ഇതല്ലാണ്ട് ഗാർഡൻ ഓഫ് പീസ് എന്ന് പറയുന്നത് ആരുടെ റെസ്റ്റിംഗ് പ്ലേസ് ആണെന്നും കൂടി ചോദിക്കാം. ഓക്കെ, സോ ഓർത്തിരിക്കുക, ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണെന്ന് നോക്കാം. അടുത്താണ് വിജയ്ഘട്ട് ഇസ് ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. ആരുടെ വിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട്? ഓപ്ഷൻ എ ജഗ്ജീവൻ റാം, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി രാജീവ് ഗാന്ധി, ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രീൻ്റെ വിശ്രമ സ്ഥലമാണ്, അല്ലെങ്കിൽ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് വിജയ്ഘട്ട്. ഓക്കെ, ഈ വിജയ്ഘട്ടിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടറി പ്ലാറ്റ്ഫോം എന്നാണ് ഈ വിജയ്ഘട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഈ വിക്ടറി പ്ലാറ്റ്ഫോം ആരുടെ സ്മാരകമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലാൽ ബഹദൂർ ശാസ്ത്രീൻ്റെ ആണെന്ന് പറയാം. സോ വിജയ്ഘട്ട് എന്നതിൻ്റെ ഒരു മീനിങ് ആണ് വിക്ടറി പ്ലാറ്റ്ഫോം. സോ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ലാൽ ബഹദൂർ ശാസ്ത്രീൻ്റെ വിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട്. രണ്ടാമത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്നും കൂടി ഓർത്തിരിക്കുക. അടുത്താണ് വീർഭൂമി ഈസ് റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. വീർഭൂമി ആരുടെ വിശ്രമ സ്ഥലമാണ്?
ഓപ്ഷൻ എ ജഗ്ജീവൻ റാം, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി രാജീവ് ഗാന്ധി, ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് ഈ വീർഭൂമി, അല്ലെങ്കിൽ ആ സ്ഥലത്തിനെ വിളിക്കുകയാണ് വീർഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഈ വീർഭൂമി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ അർത്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടും, വീർഭൂമി അല്ലേ. വീർഭൂമി, വീർഭൂമി, ഭൂമി എന്ന് പറയുന്നത് ലാൻഡ്. ഓക്കെ, വീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കറേജ് അല്ലെങ്കിൽ ബ്രേവ്. സോ ലാൻഡ് ഓഫ് ബ്രേവ് എന്നാണ്. സോ നമുക്ക് ഈ ഹിന്ദി വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ മീനിങ്, അതായത് നമുക്ക് കിട്ടും. കാരണം ഇതിപ്പോൾ ചോദിക്കണമെങ്കിൽ വീർഭൂമി ആരുടെ വിശ്രമ സ്ഥലം എന്ന് ആവണമെന്നില്ല, ചിലപ്പോൾ ലാൻഡ് ഓഫ് ബ്രേവ് ആരുടെ ആവാമെന്ന് ചോദിക്കാം. സോ അത് ഓർത്തിരിക്കുക, അത് രാജീവ് ഗാന്ധിൻ്റെ ആണെന്ന് നോക്കുക. അടുത്താണ് സമതാ സ്ഥൽ ഈസ് ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ്. സമതാ സ്ഥൽ ആരുടെ വിശ്രമ സ്ഥലമാണെന്നാണ്. ഓപ്ഷൻ എ ജഗ്ജീവൻ റാം, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി രാജീവ് ഗാന്ധി, ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജഗ്ജീവൻ റാമിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ്, വിശ്രമ സ്ഥലമാണ് സമതാ സ്ഥൽ എന്ന് നോക്കുക. ഓക്കെ, ഈ സമതാ സ്ഥലത്തിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് ഇക്വാലിറ്റി. നമ്മൾ പറഞ്ഞു സ്ഥലം എന്ന് പറയുന്നത് എന്താ, ലാൻഡ് അല്ലേ. സ്ഥലം എന്ന് പറയുന്നത് ലാൻഡ്. സോ സമത എന്ന് പറഞ്ഞാലോ സമത, ഇക്വാലിറ്റി. സോ ലാൻഡ് ഓഫ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ജഗ്ജീവൻ റാമിൻ്റെ ആണെന്ന് നോക്കാം. അടുത്താണ് രാജ്ഘട്ട്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, രാജ്ഘട്ട് ഈസ് ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ആർ. രാജ്ഘട്ട് ആറ് വിശ്രമ സ്ഥലമാണ്. ഓപ്ഷൻ എ മൊറാർജി ദേശായി, ഓപ്ഷൻ ബി പി വി നരസിംഹറാവു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി മഹാത്മാഗാന്ധിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ്, അടക്കിയിരിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, രാജ്ഘട്ട്. ഈ രാജ്ഘട്ടിൻ്റെ വേറൊരു മീനിങ് ആണ് റോയൽ സ്റ്റെപ്സ്. ഓക്കെ, റോയൽ സ്റ്റെപ്സ്. രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ, ആ തരത്തിലാണ്. ഗട്ട് സ്റ്റെപ്സ്. സോ രാജ്ഘട്ട് എന്ന അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ ഗട്ട്സ് ആണെന്ന് നോക്കാം. സോ റോയൽ സ്റ്റെപ്സ്. അടുത്താണ് അഭയ്ഘട്ട്. അഭയ്ഘട്ട് ഈസ് ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. രാജ്ഘട്ട് മഹാത്മാഗാന്ധിൻ്റെ ആണെങ്കിൽ അഭയ്ഘട്ട് ആരുടെ ആണ് ചോദ്യം. ഓപ്ഷൻ എ മൊറാർജി ദേശായി, ഓപ്ഷൻ ബി പി വി നരസിംഹറാവു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മൊറാർജി ദേശായി. ഓക്കെ, മൊറാർജി ദേശായിൻ്റെ വിശ്രമ സ്ഥലമാണ് ഏത്, അഭയ്ഘട്ട്. ഓക്കെ, സോ മഹാത്മാഗാന്ധിൻ്റെ വിശ്രമ സ്ഥലം ഏതാ, രാജ്ഘട്ട്. ഓക്കെ, രാജ്ഘട്ട് മഹാത്മാഗാന്ധിൻ്റെ, അഭയ്ഘട്ട് മൊറാർജി ദേശായിൻ്റെ എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിലൊരു നമ്മൾ വേറെ കാര്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ, പൊതുവേ ഈ ഇവരുടെയൊക്കെ നമ്മൾ പറഞ്ഞു 20 പേരുടെ ചുരുങ്ങി നമുക്ക് നോക്കാണ്ട്, ഇന്ത്യക്കാരുടെയാണ് നമ്മൾ നോക്കുന്നത്. സോ 20 പേരുടെയും ഭൂരിഭാഗം ആൾക്കാരുടെയും ഈ വിശ്രമ സ്ഥലം, അന്ത്യസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണ്. പക്ഷെ കുറച്ച് പേരുടെ മാത്രമാണ് ഡൽഹിക്ക് പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ഈ മൊറാർജി ദേശായി. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദാണെന്ന് നോക്കാം. ഓക്കെ, സോ അഭയ്ഘട്ട് മൊറാർജി ദേശായിൻ്റെയാണ്, അത് അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇത് എല്ലാവരുടെയും ഞാൻ പറഞ്ഞു, എല്ലാ ഭൂരിഭാഗം ആൾക്കാരുടെയും ഡൽഹിയിലാണ്. അതിൽ അപൂർവം കുറച്ച് പേരുടെയാണ് ഈ ഡൽഹിക്ക് പുറത്ത്. അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോട്ടിഫൈ ചെയ്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നത് അവരുടെ മാത്രമായിരിക്കും. ബാക്കി ആരുടെ ചോദിച്ചു കഴിഞ്ഞാലും അതൊക്കെ ഡൽഹിയിൽ തന്നെയാണ്. സോ അതല്ലാത്ത ആൾക്കാരുടെയാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്. സോ മൊറാർജി ദേശായിൻ്റെ അഭയ്ഘട്ട് എന്നാണ്, അത് അഹമ്മദാബാദിലാണെന്നും കൂടി നോക്കുക. അടുത്താണ് ഏകതാ സ്ഥൽ. ഏകതാ സ്ഥൽ ഇസ് ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. ഏകതാ സ്ഥൽ ആറ് വിശ്രമ സ്ഥലം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മൊറാർജി ദേശായി, ഓപ്ഷൻ ബി പി വി നരസിംഹറാവു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. ഏകതാ സ്ഥൽ ഗ്യാനി സെയിൽ സിംഗിൻ്റെ ഡെത്ത് പ്ലേസ് ആണെന്ന് നോക്കുക. ഈ ഏകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യൂണിറ്റി. സ്ഥൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്. സോ ലാൻഡ് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ പ്ലേസ് ഓഫ് യൂണിറ്റി എന്നാണ് ഏകതാ സ്ഥലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യൂണിറ്റി. അടുത്താണ് പി വി ഘട്ട് അല്ലെങ്കിൽ ബുദ്ധപൂർണിമ പാർക്ക് ഈസ് ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ആരുടെ. ബുദ്ധപൂർണിമ പാർക്ക് അല്ലെങ്കിൽ പി വി ഘട്ട് അത് ആരുടെയാണെന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ എ മൊറാർജി ദേശായി, ഓപ്ഷൻ ബി പി വി നരസിംഹറാവു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. ഈ പി വി ഘട്ട് ആരുടെയാന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാം പി വി നരസിംഹറാവുവിൻ്റെ ആണെന്ന്. സോ ബുദ്ധപൂർണിമ പാർക്ക് എന്നാണോ ചോദ്യമെങ്കിലോ, അങ്ങനെയും ചോദിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. സോ ബുദ്ധപൂർണിമ പാർക്ക് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പി വി നരസിംഹറാവുവിൻ്റെ ആണെന്ന് നോക്കാം. ഇനി ഇദ്ദേഹത്തിൻ്റെ സ്ഥലം അതായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദാണെന്ന് നോക്കാം. ഓക്കെ, മൊറാർജി ദേശായിൻ്റെ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്.
ഓക്കെ. അതേപോലെ തന്നെ പി വി നരസിംഹറാവുവിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണെന്നും കൂടി നോക്കാം. അടുത്താണ് നാരായണഘട്ട്. നാരായണഘട്ട് ഇസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. നാരായണഘട്ട് ആരുടെ വിശ്രമ സ്ഥലം എന്നാണ്? ഓപ്ഷൻ എ ഗുൽസരിലാനന്ദ, ഓപ്ഷൻ ബി ശങ്കർ ദയാൽ ശർമ്മ, ഓപ്ഷൻ സി ഐ കെ ഗുജറാൾ, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുൽസർലാൽ നന്ദ. ഗുൽസർലാൽ നന്ദയുടെ വിശ്രമ സ്ഥലമാണ് ഏത്? നാരായണഘട്ട്. ഓക്കെ. രാജ്ഘട്ട് നമ്മൾ പറഞ്ഞു ഗാന്ധിജീൻ്റെ ആണെന്ന് പറഞ്ഞു. അതേപോലെ അഭയ്ഘട്ട് മൊറാർജി ദേശായിൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മൊറാർജി ദേശായിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അഹമ്മദാബാദിലാണ് നമ്മൾ പറഞ്ഞു. സോ ഗുൽസർലാൽ നന്ദേൻ്റെയും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദിലാണെന്ന് നോക്കാം. സോ നാരായണഘട്ട് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അഹമ്മദാബാദിലാണെന്ന് നോക്കുക. അത് ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഗുൽസർലാൽ നന്ദേൻ്റെ ആണെന്ന് നോക്കുക. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്താണ് കർമ്മഭൂമി. കർമ്മഭൂമി ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ഗുൽസർലാൽ നന്ദ, ഓപ്ഷൻ ബി ശങ്കർ ദയാൽ ശർമ്മ, ഓപ്ഷൻ സി ഐ കെ ഗുജറാൾ, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. കർമ്മഭൂമി ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കർ ദയാൽ ശർമ്മയുടെ ആണ് ഈ കർമ്മഭൂമി എന്ന് നോക്കുക. വീർഭൂമി ആരുടെയും ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു രാജീവ് ഗാന്ധിൻ്റെ ആണ്. ഓക്കെ, രാജീവ് ഗാന്ധിൻ്റെ ആണ് വീർഭൂമി. സോ കർമ്മഭൂമി ആരുടെയും ചോദിച്ചാൽ ശങ്കർ ദയാൽ ശർമ്മേൻ്റെ ആണ് നോക്കുക. സോ ഭൂമി എന്ന് പറയുന്നത് ലാൻഡ്, കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ നമ്മുടെ ഡ്യൂട്ടീസ്. സോ ലാൻഡ് ഓഫ് ഡ്യൂട്ടി എന്നും കൂടി ഇതിൻ്റെ അർത്ഥമുണ്ട്. സോ അതിൻ്റെ മീനിങ് ഓർത്തിരിക്കുക. കാരണം ഈ സ്മൃതി സ്ഥൽ ഇതൊക്കെ ഹിന്ദി വാക്കുകളാണ്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് ആയിട്ടാണ് ഈ നമ്മൾ ഈ പറയുന്നതും. സോ അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. അടുത്ത സ്മൃതി സ്ഥൽ ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. സ്മൃതി സ്ഥൽ ആരുടെ സ്മാരകം ആണ് എന്നാണ്, അല്ല വിശ്രമ സ്ഥലം എന്നാണ് ചോദ്യം. അതിൻ്റെ വേറെ മലയാള വാക്കാണ് സ്മൃതി സ്ഥൽ, സ്മാരക സ്ഥൽ. ഓക്കെ, സ്മൃതി സ്മാരകം മണ്ഡപം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓപ്ഷൻ എ ഗുൽസർലാൽ നന്ദ, ഓപ്ഷൻ ബി ശങ്കർ ദയാൽ ശർമ്മ, ഓപ്ഷൻ സി ഐ കെ ഗുജറാൾ, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഐ കെ ഗുജറാളിൻ്റെ വിശ്രമ സ്ഥലമാണ് സ്മൃതി സ്ഥൽ. ഓക്കെ, ഈ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓർമ്മ. സോ റിമംബറൻസ്. സ്ഥലം എന്ന് പറഞ്ഞാൽ പ്ലേസ്. സോ പ്ലേസ് ഓഫ് റിമംബറൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അത് അറിയപ്പെടുന്നത്. കാരണം ഇത് ചോദിക്കാൻ പ്ലേസ് ഓഫ് റിമംബറൻസ് ആരുടെ സ്ഥലം വിശ്രമ സ്ഥലമാണെന്ന് ചോദിക്കാമല്ലോ. സോ ഓർത്തിരിക്കുക, പ്ലേസ് ഓഫ് റിമംബറൻസ് ആരുടെയും ചോദിച്ചാൽ ഐ കെ ഗുജറാളിൻ്റെ നോക്കാം. അടുത്താണ് മഹാപ്രയാൺഘട്ട് ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. മഹാപ്രയാൺഘട്ട് ആരുടെ വിശ്രമ സ്ഥലം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗുൽസർലാൽ നന്ദ, ഓപ്ഷൻ ബി ശങ്കർ ദയാൽ ശർമ്മ, ഓപ്ഷൻ സി ഐ കെ ഗുജറാൾ, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. എല്ലാവർക്കും അറിയുന്ന പോലെ ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദിൻ്റെ സ്ഥലമാണ് ഏത്? ഈ മഹാപ്രയാൺഘട്ട്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം അന്ത്യ സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ പാറ്റ്നയിലാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 3 പേരുടെ പറഞ്ഞിരുന്നു. ഒന്ന് മൊറാർജി ദേശായി നമ്മൾ പറഞ്ഞിരുന്നു അഹമ്മദാബാദിലാണ്. മൊറാർജി ദേശായിൻ്റെ അഹമ്മദാബാദിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഒരാളുടെയും കൂടി ഉണ്ടല്ലോ അഹമ്മദാബാദ്, ഗുൽസർലാൽ നന്ദ. അതും എവിടെ? അഹമ്മദാബാദാണ്. അതേപോലെ തന്നെ ഈ ഡൽഹിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വേറൊരാളുടെയാണ് ആര്? രാജേന്ദ്ര പ്രസാദ്. ഈ രാജേന്ദ്ര പ്രസാദ് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി അല്ലേ? ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലേ? സോ അത് ഓർത്തിരിക്കുക. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാറ്റ്നയിൽ ആണെന്നും കൂടി ഓർത്തിരിക്കുക. സോ മഹാപ്രയാൺഘട്ട് രാജേന്ദ്ര പ്രസാദിൻ്റെ ആണ്, പാറ്റ്നയിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. അടുത്താണ് ചൈത്യഭൂമി. ചൈത്യഭൂമി ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. ചൈത്യഭൂമി ആരുടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചന്ദ്രശേഖർ, ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി എ ബി വാജ്പേയി, ഓപ്ഷൻ ഡി ചൗധരി ചരൺ സിംഗ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ചൈത്യഭൂമി ബി ആർ അംബേദ്കറിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ്, വിശ്രമ സ്ഥലമാണ് ഈ ചൈത്യഭൂമി എന്ന് നോക്കുക. സോ വീർഭൂമി നമ്മൾ പറഞ്ഞു ആരുടെയാണ്? രാജീവ് ഗാന്ധിൻ്റെ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? സോ ചൈത്യഭൂമി ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആർ അംബേദ്കർ ആണ്. ഇദ്ദേഹത്തിൻ്റെയും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദറിലാണ് നോക്കുക, മുംബൈയിലെ ദാദറിലാണ് നോക്കുക. അപ്പോൾ 3 പേരുടെ നമ്മൾ ഇതിൻ്റെ കൂടെ പഠിച്ചു ഡൽഹിക്ക് പുറത്താണെന്നുള്ളത്. അത് നമ്മൾ ഓർത്തിരിക്കണം. ആ 3 പേര് കൂടാതെ ബി ആർ അംബേദ്കറിൻ്റെയും എവിടെയാണെന്ന് ചോദിച്ചാൽ ദാദറിലാണ് നോക്കുക. അടുത്താണ് ജനനായക് സ്ഥൽ ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. ജനനായക് സ്ഥൽ ആരുടെ റെസ്റ്റിംഗ് പ്ലേസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി എ ബി വാജ്പേയി, ഓപ്ഷൻ ഡി ചൗധരി ചരൺ സിംഗ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ചന്ദ്രശേഖറിൻ്റെ വിശ്രമ സ്ഥലം അല്ല സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ജനനായക് സ്ഥൽ എന്നാണ്
അറിയപ്പെടുന്നത്. ഈ ജനനായക് സ്ഥൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ മീനിങ് ആണ് പ്ലേസ് ഓഫ് പീപ്പിൾസ് ലീഡർ, ജനങ്ങളുടെ ലീഡർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്താണ് കിസാൻ ഘട്ട്. കിസാൻ ഘട്ട് ആരുടെ വിശ്രമ സ്ഥലം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചന്ദ്രശേഖർ, ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി എ ബി വാജ്പേയി, ഓപ്ഷൻ ഡി ചൗധരി ചരൺ സിംഗ്. കിസാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ചൗധരി ചരൺ സിംഗ് ആണ് ഈ കിസാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. സോ കിസാൻ ഘട്ട് ആരുടെയാന്ന് ചോദിച്ചാൽ ചൗധരി ചരൺ സിംഗ് ഓർത്തിരിക്കണം. കാരണം ചരൺ സിംഗിൻ്റെ ഇതുമായിട്ട് ആചരിച്ചിട്ടുള്ള നമ്മൾ കർഷക ദിനമായിട്ട് ഡിസംബറിൽ ആചരിക്കും. സോ അത് ഓർത്തിരിക്കുക. സോ അത് ഈ കിസാൻ ഘട്ടിൻ്റെ വേറെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഫാമേഴ്സ് പ്ലാറ്റ്ഫോം എന്നാണ് നോക്കുക. ഘട്ട് നമ്മൾ പറഞ്ഞിരുന്നു പ്ലാറ്റ്ഫോം അല്ലേ. സോ ഫാമേഴ്സ് പ്ലാറ്റ്ഫോം എന്നും കൂടി ഇതിൻ്റെ മീനിങ് നോക്കുക കിസാൻ ഘട്ടിൻ്റെ. അടുത്താണ് സദൈവ് അടൽ ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. സദൈവ് അടൽ എപ്പോഴും ഓർത്തിരിക്കുക. അത് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ചന്ദ്രശേഖർ, ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി എ ബി വാജ്പേയി, ഓപ്ഷൻ ഡി ചൗധരി ചരൺ സിംഗ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി എ ബി വാജ്പേയിൻ്റെ വിശ്രമ സ്ഥലം അല്ലെങ്കിൽ അന്ത്യസ്ഥലമാണ് ഏത് സദൈവ് അടൽ. എല്ലാവർക്കും അറിയാം എ ബി വാജ്പേയി ആരായിരുന്നു, മുൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അല്ലേ. 2018 ഓഗസ്റ്റ് 16 അദ്ദേഹം അന്തരിച്ചത്. ഇത് ഓർത്തിരിക്കണം. കാരണം ഒരിക്കലും ഇതേപോലെ കേരള PSCൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് ഇദ്ദേഹം അന്തരിച്ച ദിവസം എന്നാണെന്നുള്ളത്. സോ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഓർത്തിരിക്കുക. ഓഗസ്റ്റ് 16 നോക്കുക. ഓക്കെ, 16/8/18 എന്ന് ഓർത്തിരിക്കുക. ഓഗസ്റ്റ് 16, 2018 എ ബി വാജ്പേയി അന്തരിച്ചത്. സദൈവ് അടലാണ് ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് എന്നും കൂടി നോക്കാം. അടുത്താണ് ഉദയഭൂമി. ഉദയഭൂമി ആരുടെ വിശ്രമ സ്ഥലം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചന്ദ്രശേഖർ, ഓപ്ഷൻ ബി KR നാരായൺ, ഓപ്ഷൻ സി എ ബി വാജ്പേയി, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ഉദയഭൂമി ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ KR നാരായണൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് ഉദയഭൂമി. ഈ KR നാരായണനെ എല്ലാവർക്കും അറിയായിരിക്കും. പ്രസിഡൻ്റാണ് അല്ലേ. എത്രാമത്തെ പ്രസിഡൻ്റാണ്? 10ാമത്തെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് അല്ലേ. ഒറ്റപ്പാലത്ത് നിന്നും ലോക്സഭയിലേക്ക് എത്തി. ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡൻറ്റും കൂടിയായിരുന്നു എന്നും കൂടി ഓർത്തിരിക്കുക. ഇങ്ങനെ ഇദ്ദേഹത്തെ പറ്റിയിട്ടൊക്കെ കുറേ നോക്കാണ്ട് നമ്മളിപ്പോൾ അറിയുന്നത് നമ്മൾ പറയുന്നത് മാത്രം. ഓക്കെ, ആദ്യത്തെ മലയാളിയും കൂടിയായിരുന്നു അല്ലേ. ഫസ്റ്റ് മലയാളിയും കൂടിയായിരുന്നു ഇദ്ദേഹം. സോ ഉദയഭൂമി ആരുടെയും ചോദിച്ചാൽ KR നാരായണൻ്റെ ആണ്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തിന് വേറെ പേരിലും കൂടി പറയുന്നുണ്ട്. ഏകതാ സ്ഥലം കൂടി ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം പറയുന്നുണ്ട്. ഓക്കെ, വിശ്രമ സ്ഥലത്തിന് ഏകതാ സ്ഥൽ എന്നും കൂടി പറയുന്നുണ്ട്. ഉദയഭൂമി അല്ലെങ്കിൽ ഏകതാ സ്ഥൽ, ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ, രണ്ടും കൂടി ചോദിക്കില്ല. അടുത്താണ് ശക്തി സ്ഥൽ ഈസ് റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഓപ്ഷൻ എ ചന്ദ്രശേഖർ, ഓപ്ഷൻ ബി KR നാരായൺ, ഓപ്ഷൻ സി എ ബി വാജ്പേയി, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിൻ്റെയാണ് ശക്തി സ്ഥൽ. ഇന്ദിരാഗാന്ധിയാണല്ലോ ഏറ്റവും കൂടുതൽ ശക്തി തെളിയിച്ച ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ. സോ അത് ഓർത്തിരിക്കുക, ഇന്ദിരാഗാന്ധിൻ്റെയാണ് ശക്തി സ്ഥൽ. ഓക്കെ, ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും കൂടിയായിരുന്നു അല്ലേ നമ്മുടെ ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥ കാലത്ത് അല്ലേ, നമ്മുടെ 1975 കാലത്തൊക്കെ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 1969 ജൂലൈയിൽ നടന്ന ബാങ്ക് നാഷണലൈസേഷൻ അല്ലെ, 14 ബാങ്ക് നാഷണലൈസേഷൻ നടന്നപ്പോഴും ഇന്ദിരാഗാന്ധി ആയിരുന്നു. അത് മാത്രമാണോ? അല്ല, 1980 ഒരു 6 ബാങ്കും കൂടി നാഷണലൈസ് ചെയ്തിരുന്നു. ഓക്കെ, നാഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റിൻ്റെ കയ്യിൽ നിന്നും അത് പബ്ലിക്കിൻ്റെ ഉടമസ്ഥയിലേക്ക് എത്തുക, ഗവൺമെൻറ് ഉടമസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? പ്രൈവറ്റുകാരുടെ കയ്യിലുള്ള ഇതൊക്കെ പോയിട്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലേക്ക് എത്തുന്നു, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലേക്കും അത് എത്തുന്നു. അങ്ങനെ മൊത്തം നാഷണലൈസ് ചെയ്ത ബാങ്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 20 എണ്ണമാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. ഇപ്പോൾ നിലവിൽ എത്ര നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 12 എണ്ണമാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധിനെ പറ്റിയിട്ട് പറയാൻ പോവുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇന്ദിരാഗാന്ധി വെച്ചാൽ ഇത് പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. അതേപോലെ തന്നെ എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു. ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്നു, പക്ഷേ കുറച്ച് കാലത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ KR നാരായണൻ പ്രസിഡന്റ് ആയിരുന്നു, 10ാമത്തെ. അങ്ങനെ കുറേ കാര്യം നമുക്ക് നോക്കണ്ട, ഒക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. സോ ഈ ശക്തി സ്ഥൽ എന്ന് പറയുന്നത് എന്താ? പ്ലേസ് ഓഫ് പവർ എന്നും കൂടി ഓർത്തിരിക്കുക.
അടുത്താണ് സംഘർഷ സ്ഥൽ ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. സംഘർഷ സ്ഥലം ആരുടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കിഷൻ കൃഷ്ണകാന്ത്, ഓപ്ഷൻ ബി കെ ആർ നാരായണൻ, ഓപ്ഷൻ സി ദേവിലാൽ, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. സംഘർഷ സ്ഥലം ദേവിലാലിൻ്റെ വിശ്രമ സ്ഥലമാണ് നോക്കുക. ഓക്കെ, ദേവിലാലിൻ്റെ സ്ഥലമാണ് സംഘർഷ സ്ഥലം, പ്ലേസ് ഓഫ് സ്ട്രഗിൾ എന്നുകൂടി ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ മീനിങ്. അടുത്താണ് നിഗംബൂട്ട് ഘട്ട് ഈസ് ദ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ കിഷൻ കൃഷ്ണകാന്ത്, ഓപ്ഷൻ ബി കെ ആർ നാരായണൻ, ഓപ്ഷൻ സി ദേവിലാൽ, ഓപ്ഷൻ ഡി സഞ്ജയ് ഗാന്ധി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ കൃഷ്ണകാന്തിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ് ഈ നിഗംബൂട്ട് ഘട്ട് എന്നും കൂടി ഓർക്കാം. അടുത്താണ് ശാന്തിവൻ. ഓക്കെ, നമ്മളൊരു ശാന്തിവൻ നമ്മൾ നോക്കിയത്. ശാന്തിവൻ ഈസ് എ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഓപ്ഷൻ എ കൃഷ്ണകാന്ത്, ഓപ്ഷൻ ബി കെ ആർ നാരായണൻ, ഓപ്ഷൻ സി ദേവിലാൽ, ഓപ്ഷൻ ഡി സഞ്ജയ് ഗാന്ധി. കറക്റ്റ് ആൻസർ സഞ്ജയ് ഗാന്ധി. ഒരു ശാന്തിവനം കൂടി ഉണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ് ശാന്തിവൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതല്ലാണ്ട് ശാന്തിവൻ സഞ്ജയ് ഗാന്ധിൻ്റെ കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, രണ്ടും ഒരുമിച്ച് ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ വന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഒരു ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് പറയാണ്. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരിനെയും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ പുതിയ പുതിയ വീഡിയോസ് നല്ല നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ സമയം കളയാനോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടാനോ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. കറണ്ട് അഫയേഴ്സ് അല്ല, ഈ ബുക്ക് ആൻഡ് ഓതേഴ്സ് ഇതൊക്കെ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. അതുപോലെ അവാർഡ്സ്, ഈ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാരത് രത്ന, ഇതൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് കൊടുത്തതാണ്. 81ാമത്തെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ്. ഇതൊക്കെ നമ്മൾ ഓരോ കൊല്ലം കൊടുക്കാറുണ്ട്. സോ ഓരോ കൊല്ലം 2020 മുതൽ 24 വരെയുള്ള ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതല്ല. എന്നാൽ നമ്മൾ പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് എന്ന് പറയുന്നത് ഈ ഫോർമുല 1 ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സോ അതിലത്തെയും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണാത്തവരാണെങ്കിൽ ഇത് കാണുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നമ്മൾ പുതിയതായിട്ട് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. അല്ലാണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല. പിന്നെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, നിങ്ങളിത് എല്ലാ ദിവസവും നമ്മളിത് നോക്കി പോയാലാണ് നമ്മൾ കാരണം നമുക്കറിയാം ഒരു റെയിൽവേൻ്റെ എക്സാം ആയിക്കോട്ടെ എല്ലാം വരുന്നത് ഇന്നിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ അതിൻ്റെ അപേക്ഷയൊക്കെ തീർന്ന് വരുമ്പോഴത്തേക്ക് ഒരു മാസമാവും. ഓക്കെ, ഒരു മാസം പിടിക്കും. ഈ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒരു എക്സാം നടക്കുന്ന ഒരു 6 മാസം ചുരുങ്ങിയത് പിടിക്കുന്നു. അപ്പോൾ മൊത്തം 7 മാസം പിടിക്കും. എല്ലാം കൂടി എക്സാം വരണമെങ്കിൽ തന്നെ. എന്ന് വെച്ചാൽ ഒരു 6 മാസം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ എക്സാം വരുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ഈ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ 2020 മുതലിലേക്ക് നിങ്ങൾ നോക്കണം. കാരണം എന്താ വെച്ചാൽ 2020 നമുക്ക് എല്ലാവർക്കും അറിയാം കൊറോണേൻ്റെ ഒരു പ്രത്യേകത ആ സമയത്തുണ്ട്. പിന്നെ അതിന് ശേഷം 2021 പിന്നെ ഒരു എക്സാം 22 എക്സാം നടക്കുന്നത്. അത് ഒറ്റ തവണയൊക്കെ നടത്തിയിട്ടുള്ളൂ. ഒറ്റ തവണ എന്ന് പറഞ്ഞാൽ പല സ്റ്റേജിലുണ്ട്, എന്നാലും ഒരു 2 തവണ എക്സാം നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2020 മുതൽ 24 വരെയുള്ള കറണ്ട് അഫയേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. ഒരു മാർക്ക് ഈ SSC ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ ഇതെന്നൊക്കെ 25 മാർക്കിനാണ് ഈ കറണ്ട് അഫയേഴ്സിനായിട്ട് വരുന്നത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ GK കറണ്ട് അഫയേഴ്സൊക്കെ ആയിട്ട് വരുന്നത്. അതിൽ 25-ൽ ഒരു 20 നിങ്ങൾക്ക് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. ഇത് ഈ 2020 മുതൽ നിങ്ങൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ നോക്കും, പിന്നെ അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം, ഒരു കൊല്ലം വരെയുള്ള ചിലപ്പോൾ നോക്കും. അപ്പോഴും നമ്മൾ നോക്കില്ല. കാരണം ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. പ്രധാനപ്പെട്ട ഏതാണെന്ന് നമുക്കറിയില്ല. പല ചാനലിലും പല വീഡിയോസ് ഇടുന്നത് ഇതാണ് നമ്മൾ അതിൻ്റെ പുറകെ പോകും, ഒന്നും കിട്ടില്ല. സോ ഇപ്പം മുതൽ നമ്മൾ അടുത്ത ഒരു 4 കൊല്ലം വരെയുള്ള പിന്നോട്ടുള്ള 4 കൊല്ലം വരെയുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെറ്റായിട്ട് പോകും. ഇപ്പോൾ ഉള്ളതും കൂടി നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ പിന്നോട്ട് പോകേണ്ട ആവശ്യം വരില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഏപ്രിലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർച്ചിലെ 20 വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബേജാറാവേണ്ട, മാർച്ചിൽ നമ്മൾ ഫുൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ മാത്രമല്ല നമ്മൾ 2020, 2021, 2022 നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. മാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, അതായത് ഈ എക്സാമിന്
പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു തരത്തിലും നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരാളെയും ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ കമൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഇടുന്നതിൽ ഒരു തൃപ്തികേടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഒരു ടോപ്പിക്ക് വേണമെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.